നമുക്ക് വീട്ടിൽ നിന്നുണ്ടായ എന്തെങ്കിലും ട്രോമാസ് ഉണ്ടോ? ഇപ്പൊ ഇങ്ങനെ നമുക്ക് ഈ സൂയിസൈഡൽ അറ്റംപ്റ്റുകൾ നമുക്ക് ഉണ്ടാവുന്നത് ചിലപ്പോൾ നമ്മുടെ മാനസിക വൈകല്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടോ അതിലേക്ക് എത്തിച്ചേ? എനിക്ക് വീട്ടിൽ നിന്ന് ഇതുവരെ അങ്ങനെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ മതം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോൾ വാപ്പക്കൊക്കെ മാനസികമായിട്ട് ഭയങ്കര പ്രശ്നം വന്നു. വാപ്പയൊക്കെ കുറച്ച് ദിവസം എന്നോട് മിണ്ടാതൊക്കെ നിന്നിട്ടുണ്ട്. ഞാൻ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു വീടൊക്കെ വെച്ചു കൊടുത്തു. ആ വീട് വെച്ചു കൊടുത്ത സമയത്താണ് ഞാൻ വീട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞ സമയത്താണ് ഞാൻ പ്രഖ്യാപിക്കുന്നത്, ഇനി എനിക്ക് മതം എന്നുള്ള ലേബല് വേണ്ട, മനുഷ്യനായിട്ട് ജീവിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നതിന് ശേഷം നമ്മുടെ അവിടെയുള്ള പള്ളിയിലുള്ള ഉസ്താദുമാരൊന്നും സഹകരിക്കുന്നില്ല എന്നാണ് വാപ്പ പറയുന്നത്. കാരണം വല്യമ്മന്റെ ആണ്ട് ഉണ്ടായിട്ടൊക്കെ അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് സഹകരണം കുറവാണ്. അപ്പൊ ഞാൻ ആണ്ടിന് പോയിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ മനഃപൂർവ്വം മാറി നിന്നതാ. കാരണം എൻ്റെ പ്രസൻസ് അവരെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന്ന് മാറി. പൊതുവെ എന്നെ ഉമ്മ കുടുംബത്തിൽ ആരും വീട്ടിൽ തന്നെ കേട്ടാറില്ല കേട്ടോ. മതം ഉപേക്ഷിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഒരാളും വീട്ടിൽ കയറ്റില്ല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങോട്ട് ആക്റ്റീവായിട്ട് എല്ലാവരും, ഞാൻ ഒരു സമയത്ത് വൈറലായിട്ട് നിന്നിട്ടുണ്ടല്ലോ, അന്ന് എന്നെ പടിക്ക് പുറത്താക്കിയ ആര് പടിക്ക് പുറം വെച്ച് പിണ്ടം വെച്ച് എന്ന് പറഞ്ഞതിന്റെ മാതിരിയാണ്. ഒരു കല്യാണം ഉണ്ടേ എന്നെ വിളിക്കൂല, ഒരു ഹൗസ് വാമിങ് ഉണ്ടേ എന്നെ വിളിക്കൂല, ഒന്നിനും എന്നെ വിളിക്കൂല, ഒരു പരിപാടിക്ക് എന്നെ വിളിക്കില്ല. എല്ലാരും ഉണ്ടാവും. ഈ അവഗണന ജസ്റ്റിനയ്ക്ക് മാത്രമാണോ അതോ കുട്ടികൾക്കുണ്ട്? ഈ അയിത്തമുണ്ട്, അവർക്ക് അയിത്തമുണ്ട്, നല്ലോണം ഉണ്ട്. പക്ഷെ എൻ്റെ ഉമ്മ എന്നിട്ടും പലയിടത്തും എൻ്റെ കുട്ടികളെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, ഉമ്മ വേണ്ട, എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എൻ്റെ കുട്ടികൾ ഒരിക്കലും ഇഷ്ടപ്പെടൂല, ഞാൻ കാരണം അവരെ ബുദ്ധിമുട്ടാൻ പാടില്ല. അതൊന്നും കാര്യമില്ല. അവരുടെ പപ്പ കുടുംബത്തില് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ എൻ്റെ മകൾക്ക് 12 വയസ്സാവുകയാണ്. എൻ്റെ മകൾ ഇന്നേ വരെ കണ്ടിട്ടില്ല പപ്പയുടെ ഏട്ടൻ ആരാണ്, പപ്പയുടെ പെങ്ങന്മാരാരാണെന്ന് എൻ്റെ മകൾ ഇതുവരെ കണ്ടിട്ടില്ല. ഹസ്ബൻഡിന്റെ വീട്ടുകാരും കേറ്റാറില്ല? അപ്പൊ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഇപ്പൊ പലരുടെയും കല്യാണം മുടങ്ങുന്നുണ്ടോലും എൻ്റെ പേരും പറഞ്ഞിട്ട്. കല്യാണം ശരിയായിട്ട് അന്വേഷിച്ച് വരുന്ന സമയത്ത് സമൂഹത്തിന്റെ മുമ്പിൽ ഹസ്ബൻഡിന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് അവളെ ഭയങ്കരമായിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നെന്നാ പറയുന്നത്. പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് പറയാച്ചാൽ ഞങ്ങൾ ആരും വീട്ടിൽ കയറ്റാറില്ല. എൻ്റെ മകളോട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചു നോക്കുക. അവളുടെ പപ്പ ഈ അടുത്തൊരിക്കൽ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് വാപ്പയുടെ പെങ്ങളെ കണ്ടു, രണ്ടാമത്തെ പെങ്ങളെ കണ്ടു. അപ്പൊ അവളെടുത്ത് വന്നിട്ട് പരിചയപ്പെട്ടു. അവളെടുത്ത് വന്നിട്ട് പരിചയപ്പെടുക ചെയ്യുന്ന, മോളെ ഞാൻ നിന്റെ പപ്പയുടെ പെങ്ങളാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവള് നോക്കിയൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്ത് എന്നോട് വന്ന് ചോദിച്ചു, പപ്പക്ക് എത്ര പെങ്ങന്മാരുണ്ട് ഉമ്മാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 3 എണ്ണം ഉണ്ട്. അല്ല നടക്കത്ത ആളാ ഇനിയിപ്പൊ കണ്ട്. ഇനി ഉണ്ടില്ലേ കാണാന്? മൂത്ത ആളെ ഇന്നേ വരെ അവള് കണ്ടിട്ടില്ല. മൂത്ത പെങ്ങക്ക് 7 മക്കളുണ്ട്. അത് ശരിക്കും പറയാച്ചാ ഇവളുടെ ചേച്ചിമാരായിട്ട് വരുമല്ലോ, സഹോദരങ്ങളാണ്. ഒന്നിനെ ഇതുവരെ അവള് കണ്ടിട്ടില്ല. ഏട്ടന്മാരുണ്ട്. ഒരു ഏട്ടനും ഭയങ്കര സപ്പോർട്ടാണെന്നും പറഞ്ഞ് സമൂഹത്തിന് മുമ്പിൽ നടക്കുന്നുണ്ട്. പുരയിലേക്ക് അടുപ്പിക്കലെന്നെ, അവനെ പേടിച്ചിട്ടാണ് ആരും വീട്ടിലോട്ട് വരിക തന്നെ ചെയ്യാത്തത്. അവർക്ക് ആരെയും അറിയില്ല, മകന് പിന്നെ അറിയാട്ടോ. പക്ഷെ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെയാ? ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടാണ്. ഒരു സഹോദരൻ ഉണ്ട്. അവന് പറഞ്ഞതിന്റെ മാതിരി മോളെയും മോനെയൊക്കെ കണ്ടാ സംസാരിക്കും ഒരാളുണ്ടോ. പക്ഷെ മോള് പറയൽ എന്താന്നറിയോ, മോനോട് പറയും, സഞ്ജു എന്റെ മൂത്താപ്പ പദവാണ്. അത് അവന്റെ മൂത്താപ്പ, അവളുടെ മൂത്താപ്പയാണെന്ന് അവൾക്ക് അറിയില്ല ഇതുവരെ. മൂത്താപ്പ എന്ന് പറയുമ്പോ നേരെ മറിച്ച് ഹസ്ബൻഡിന്റെ വാപ്പയുടെ ഒരു അനിയൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മരിക്കോളും ഞങ്ങളുടെ വീട്ടിൽ വന്ന് കാണാനായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇതുവരെ മക്കളെ കൂട്ടി കൊണ്ടുപോയിട്ടില്ലെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് കാണുമായിരുന്നു, ആരും അറിയാതെ. മക്കൾക്ക് വല്ലപ്പോഴും ബിസ്ക്കറ്റൊക്കെ മേടിച്ചിട്ട് വരികയായിരുന്നു. അവർക്ക് ആകെ വരാനുള്ളത് അത് മാത്രമായിരുന്നു. എപ്പോഴും പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളെ മാത്രമായിരുന്നു. എനിക്ക് മകളുടെ കാര്യത്തിൽ ഭയങ്കര സഹതാപമുണ്ട്. കാരണം എൻ്റെ ഫാമിലിയിൽ, എൻ്റെ ഉമ്മ ഫാമിലിയിൽ ആരും കേറ്റാറില്ല, അവളുടെ പപ്പയുടെ ഫാമിലിയിൽ ആരും കേറ്റാറില്ല. ആകെ കേറ്റാറെന്ന് വെച്ചാൽ എൻ്റെ വാപ്പയുടെ ഫാമിലി. അവരെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ എൻ്റെ ഉമ്മ വീട്ടുകാരെ പോലെ തന്നെ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. സാധാരണക്കാരനായിട്ട് നടക്കുന്ന ആൾക്കാർ, ഭയങ്കര ഭക്തന്മാർ, ഒരു റെക്കായത്ത് നിസ്കാരമോ നോമ്പോ ഒഴിവാക്കാത്ത ആൾക്കാർ. പക്ഷെ അവരെന്നെ ഉൾക്കൊള്ളുന്നുണ്ട്. അവർ പറയുന്ന അവളുടെ ജോലിയാണ്. ഇനിയിപ്പോൾ അവള് മതം വിട്ടിട്ടുണ്ടെങ്കിൽ ഓളും പടച്ചോനും തമ്മിലായിക്കോളും, നമ്മൾ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറയും. ചിന്തിക്കാനും വിവരമുള്ള ആൾക്കാരാണ് എൻ്റെ വാപ്പയുടെ കുടുംബം. പക്ഷെ ഉമ്മ കുടുംബം അങ്ങനെയല്ല. ഉമ്മ കുടുംബം എന്നെ കുടുംബത്തിൽ കയറ്റി എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ അവർ ആ ഒരു കാരണവശാൽ നരകത്ത് പോകുന്നു പേടിച്ചു നിൽക്കുന്ന ആൾക്കാരാണ്.
അതാണ് ഉമ്മ കുടുംബവും വാപ്പ കുടുംബവും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ ഇത് മക്കളെയും ഇങ്ങനെ ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അതല്ലേ ഇയാള് ചോദിച്ചൊരു കാര്യം ഉണ്ടല്ലോ, ഞാൻ അണഞ്ഞാൽ അവര് അണിയല്ലേ ചെയ്യും, ആളി കത്തുവന്ന്. ഞാൻ അണഞ്ഞാൽ അവർ ആളി കത്ത് തന്നെ ചെയ്യും. അപ്പൊ അവരെ സ്വീകരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ. പക്ഷെ അണയാതിരിക്കാൻ നോക്കുക, അതാണ് ഞാൻ പറയുന്നത്. ഒരു മെഴുകുതിരിയാണോ അല്ലെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ആണോ വെളിച്ചം കൂടുതൽ ഉണ്ടാവുക? രണ്ടിനും വെളിച്ചത്തിന് അത് എവിടെ വെക്കുന്നു എന്നുള്ളതിന്റെ പ്രാധാന്യമാണ്. സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിലും മെഴുകുതിരി ആണെങ്കിലും സ്ട്രീറ്റ് ലൈറ്റ് കറണ്ട് പോകുമ്പോ പോവും, മെഴുകുതിരി ആ സമയത്ത് കത്തിച്ചു വെക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മള് വെട്ടം എപ്പോഴും വെട്ടമാണ്. അത് മക്കളുടെ ജീവിതത്തിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ കൊടുക്കേണ്ട വെട്ടം അത് അമ്മയ്ക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്നതാണ്. അത് നമുക്ക് വേറെ ഒരു കാരണവശാലും ആ ജീവൻ അവസാനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതെപ്പോഴും ഞാൻ ഫ്രണ്ടായിട്ട് നിന്ന് പറയാ. അതൊരിക്കലും അങ്ങനെ ഒരു ആത്മഹത്യ ഒന്നും. ഞാനും ഒരു കാര്യം പറയട്ടെ, ഉപദേശിക്കാൻ ഏത് പള്ളിയിലും പറ്റും. ഇത് ഉപദേശമൊന്നുമല്ല. ഇത് നമ്മള് എനിക്കിപ്പോ ചേച്ചിയുടെ അത്രയും ലൈഫ് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ എന്നാലും എൻ്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിന് നമ്മൾ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടുള്ള കാര്യമാണ്, ഈ ആത്മഹത്യ കഴിഞ്ഞിട്ടുള്ള വീട്ടുകളിലൊന്ന് ചെന്ന് നോക്കണം. അവര് എന്ത് എക്സ്പെക്ട് ചെയ്തിട്ടാണോ അവര് ആത്മഹത്യ ചെയ്തത്, ചിലപ്പോ അതിന്റെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടായിരിക്കും നടക്കുക. സത്യമാണ്. അപ്പൊ അത് ആത്മഹത്യ പരിഹാരമാണെന്നുള്ള രീതിയിൽ വെച്ച് എനിക്കൊരു കാര്യം കേൾക്കണം. എന്നോട് പലരും ഞാൻ സ്വർഗത്ത് പോകൂല എന്ന് പറയുന്ന സമയത്ത് ഞാൻ അവരോട് തിരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇപ്പം ഈ ഭൂമിയിൽ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. അത് 10 പേരെന്നെ അറിയുന്നത് കൊണ്ടോ അല്ലെ ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നത് കൊണ്ടോ ഗുരുവായൂർ പോകുന്നത് കൊണ്ടോ ഒന്നുമല്ല. നിങ്ങൾ എന്നെ ഇന്റർവ്യൂ എടുത്തോണ്ടും അല്ല. ഞാൻ എൻ്റെ ഉമ്മയും ബാപ്പയും ഉള്ള ലോകത്താണ് ജീവിക്കുന്നത്. അവിടെ കിട്ടാത്ത സ്വർഗം വേറെ എവിടെയും കിട്ടൂല എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്കറിയാം ഞാൻ പോയാൽ എൻ്റെ മക്കൾക്ക് നരകതുല്യമായിട്ടുള്ള ജീവിതമായിരിക്കുമെന്ന്. പക്ഷെ ഒരു നിരപരാധിയെ അപരാധിയാക്കാൻ ശ്രമിക്കുമ്പോൾ ആള് നിസ്സാവസ്ഥയിൽ നിന്നു പോവുകയാണ്. സോഷ്യൽ മീഡിയയുടെ ഒരു വേറൊരു വശമുണ്ട്. ഇന്ന് നെഗറ്റീവ് ആയിട്ടുള്ള നാളെ പോസിറ്റീവ് ആവും. ഒറ്റ രാത്രി കൊണ്ട് ഞാൻ നെഗറ്റീവായി പോയ ഒരു വ്യക്തിയാണ്. വർഷങ്ങളായിട്ട് എനിക്ക് പോസിറ്റീവായിട്ട് ഉണ്ടായിരുന്ന സംഭവം ഒറ്റ രാത്രി കൊണ്ട് നെഗറ്റീവായിട്ട് മാറിയതാണ്. ഒരൊറ്റ രാത്രി. അതുപോലെ ഒരു രാത്രി ഇതെല്ലാം പോസിറ്റീവ് ആവാനും ഒരു സമയം കടന്നു പോകും. ഓക്കെ, ഈ സമയം കടന്നു പോട്ടെ, വേഗം പോട്ടെ. ഓക്കെ, ഈ കുട്ടികളുടെ കാര്യം നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു, നമ്മൾ നിർത്തി. ഗുരുവായൂരപ്പൻ എപ്പോഴും പറയുന്നത് കാണപ്പെട്ട ദൈവമാണ് എന്ന് എല്ലാരും പറയാറുണ്ട്. കാരണം മൂപ്പര് എവിടെയെങ്കിലും ഒക്കെ പോയി എന്തെങ്കിലും മായ കാണിക്കാറുണ്ട് എന്നുള്ളൊരു സാധനം പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും അനുഭവം ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതെന്ന് വെച്ചാല് എത്ര പേര് വിശ്വസിക്കുന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഈ സോഷ്യൽ മീഡിയ അറിയുന്നതിന് മുമ്പേ ആയിട്ട് ഗുരുവായൂർ എനിക്ക് വരുമാന മാർഗമായി വന്നപ്പം തൊട്ടിട്ട് ഈ പറഞ്ഞ വീടിന്റെ അടുത്തുള്ള ഒരു അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വരുമാന മാർഗമായിട്ടുണ്ടെങ്കിൽ നീ ഗുരുവായൂർ പോയിട്ട് ഫോട്ടോ സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നീട് എല്ലാ വിഷുവിനും ശ്രീകൃഷ്ണ ജയന്തിക്കും ഇതേപോലെ ഞാൻ ഗുരുവായൂര് കണ്ണനെ പോയി സമർപ്പിക്കാറുണ്ട്. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞൊരു വാക്ക് ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മമ്മ തിരിച്ചെന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അതെയോ? വീട്ടിൽ ഞാൻ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞൊരു വാക്ക്. ഭർത്താവിനോട് ഞാൻ ഇങ്ങനെയാ പറഞ്ഞ്, ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ്. കാരണം എനിക്ക് വീടും കൂടി ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുകയല്ലേ. ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ്, ഞാൻ വരൂല കേട്ടോ എന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവിനോട് പറയാം. അപ്പം ഞാൻ എന്നെ കളിയാക്കുകയും ചെയ്തു, ഓ ആയിക്കോട്ടെ എന്ന്. അപ്പം ഈ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മമ്മ ഉണ്ട്. അവർ പറഞ്ഞു, മോളെ മുഖമൊക്കെ ക്ഷീണിച്ച് കിടക്കുന്നുണ്ടല്ലോ, നീ ഗുരുവായൂർ പോകുമ്പോൾ അവിടെ തന്ത്രിനോട് പറഞ്ഞിട്ട് ഒരു ചരട് ജപിച്ച് കെട്ടണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവര് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ സെക്യൂരിറ്റിനോട് ചോദിച്ചു, അവരോട് ഒരു ചരട് തരുമോന്ന് ചോദിച്ചു. മോള് കുഞ്ഞാണ്. അപ്പം അവര് ചരട് ആദ്യം പറഞ്ഞ് തരൂലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ആ നടപ്പന്തലിൽ കൂടെ നടക്കുമ്പോൾ സെക്യൂരിറ്റി ഓടി വന്നിട്ട് പറഞ്ഞു ചരട് മേടിച്ചുകൊണ്ട് തരാൻ പറഞ്ഞു. അങ്ങനെ ചരട് മേടിച്ച് ഇങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ കുറെ സമയം കഴിഞ്ഞിട്ടും ഇല്ലാന്നപ്പോഴേക്ക് നട അടച്ചു. ഒരു 2-3 തവണ ഞാൻ ഈ നടപ്പന്തലിൽ കൂടി അങ്ങോട്ട് പോവുക, വണ്ടിന്റെ അടുത്തെത്തുമ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരിക, ഇങ്ങനെ കളിക്കുക. ലാസ്റ്റിൽ ഫൈനലി ഞാൻ പറഞ്ഞു നമ്മൾ പോവുക, ഇനി എനിക്ക് നിൽക്കാനാകുന്നില്ല, മോളാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചെരുപ്പ് ഊരിയിട്ടെടുത്ത് ചെരുപ്പിടുമ്പോൾ ഒരു അമ്മമ്മ അവിടെ ഉണ്ട്. എന്നോട് ചോദിച്ചു പ്രാർത്ഥിച്ചോന്ന് ചോദിച്ചു. അവൻ പ്രാർത്ഥിച്ചു എന്ന്. ഞാൻ പറഞ്ഞു തലയിൽ ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണേ അമ്മമ്മേന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് കാറിന്റെ അടുത്ത് എത്താൻ നേരത്താണ് ഇതേപോലെ സെക്യൂരിറ്റി
തന്ത്രി ഈ നൂല് ജപിച്ച് തന്നിട്ടുണ്ട്, ഒന്ന് വാങ്ങിക്കോളി എന്ന് പറഞ്ഞ്. അപ്പൊ ഓല അവിടെ കാത്തു നിൽക്കുകയാണ്. ഞാൻ ചെരുപ്പ് ഈ ഊരിടുന്നിടത്ത് ഈ അമ്മമ്മ ഉണ്ട്. എന്നോട് ഒറ്റ ചോദ്യം, പറഞ്ഞതുകൂടെ പോകാൻ പറ്റുന്നില്ലല്ലേ എന്ന് പറഞ്ഞ്. ഞാൻ ഇവരെ ഒരു നോട്ടം നോക്കി, ആ നൂല് വെച്ച് കാണിക്കുന്ന പോലെ ഒരു നോട്ടം നോക്കി. ഞാൻ ഓടിപ്പോയി ഈ ചരട് മേടിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ആ അമ്മമ്മനെ കണ്ടിട്ടില്ല.